നിങ്ങൾക്ക് മുന്നിൽ ഭയാനകമായ കടമ്പകൾ വരാനുണ്ട്. മരണം എന്നതൊരു കടമ്പയാണ്, ഒരു പ്രതിസന്ധിയാണ്. തരണം ചെയ്ത് രക്ഷപ്പെട്ടെങ്കിലേ മാർഗമുള്ളൂ. രക്ഷിക്കാൻ അവിടെ കുടുംബങ്ങളാരും വരില്ല, സ്നേഹിതന്മാരാരും രക്ഷപ്പെടുത്താൻ വരില്ല. അടുത്തൊരു കടമ്പയാണ്, ഭയാനകമായ ലോകമാണ് ഖബറെന്ന് പറയുന്നത്. അല്ലാഹ് ആലോചിക്കുമ്പോൾ തന്നെ വലിയ ബേജാറുള്ള രോഗമാണ്. അല്ലാഹു സലാമത്ത് നൽകട്ടെ. അതും കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ പുനരുദ്ധാരണം ചിന്തിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വിഷയമാണ്. എവിടേക്കാണ് നമ്മൾ എത്തുക? ഏത് പോയിന്റിലാ നമ്മൾ പോയി നിൽക്കുക? നിൽക്കാനുള്ള സ്ഥലം എത്താതെ മലക്കുകൾ നമുക്ക് വിശ്രമം തരില്ല. വജാഅത്തു കുല്ലു നഫ്സിൻ മഅഹാ സായിഖുൻ വശഹീദ്. ഓരോ ഖബറും പുറത്തും രണ്ടാളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രാഫീൽ സൂറിൽ ഊതുമ്പോ നമ്മൾ ഖബറിൽ നിന്ന് എണീക്കുമ്പോ രണ്ടാള് പുറത്തുണ്ട്. തെളിച്ചു കൊണ്ടുപോകുന്നൊരു മലക്കുണ്ട്, സാക്ഷ്യം വഹിക്കുന്ന മറ്റൊരു മലക്കുണ്ട്. ആ രണ്ട് മലക്കുകളും വലത്തും ഇടത്തുമായി നമ്മുടെ കൂടെയുണ്ട്. മഹ്ശറിലെ മൗഖിഫിലേക്ക് എത്തുമ്പോൾ വരെ ബേജാറാണ്. അത് കഴിഞ്ഞാലോ ഹിസാബിലേക്ക് വേണ്ടി ജനങ്ങളെ വിളിക്കുമ്പോ ബേജാറ് പിന്നെയും കൂടുകയാണ്. മീസാന് വരുന്നു എന്ന് പറയുമ്പോ പിന്നെയും ബേജാറ് കൂടുകയാണ്. സിറാത്തിലൂടെ കടക്കാൻ വേണ്ടി പറയുമ്പോ ബേജാറൊന്നു കൂടി കൂടുകയാണ്. ഇന്ന ബൈന ഐദീകും അഖബതൻ കഊദാ. നിങ്ങളുടെ മുന്നിൽ ഭയാനകമായ ഒരുപാട് കടമ്പകൾ വരാനുണ്ട്. ലാ യഹൂസുഹാ ഇല്ലാ കുല്ലു ളാമിരിൻ മഖ്സൂൽ. അല്ലാഹുവെ ചിന്തിച്ച്, ആഖിറം ആലോചിച്ച്, ഭയാനതകൾ ചിന്തിച്ചുകൊണ്ട് മെലിഞ്ഞൊട്ടിയ ശരീരമല്ലാതെ അതൊന്നും മുറിച്ചു കടക്കുകയില്ല.